पति ब्रह्मचारी। അപ്പൊ ഇന്നലെ രാത്രി നീ അവളെ ആരതി ഒഴിയായിരുന്നോ? ഇന്നലെ നിങ്ങൾ രണ്ടുപേരും ഒരേ മുറിയില് ഒരേ കിടക്കയില്. ഇനി നീ ഒരു അക്ഷരം മിണ്ടി പോരുത്. ആ കല്യാണം എന്റെ നിവൃത്തികേട് കൊണ്ട് നടന്നത് മാത്രമായിരുന്നു, വേറെ ഒന്നുമല്ല. ഒന്നാമത്തെ കാര്യം, സാർ എന്നോട് ഒരു കാര്യം പറഞ്ഞ് എനിക്കതിന് നോ പറയാൻ പറ്റത്തില്ല. പിന്നെ രണ്ടാമത്തെ കാര്യം, എനിക്ക് പൈസക്ക് വളരെ അത്യാവശ്യമായിരുന്നു. സൂരജ് വേണമെങ്കിൽ അവന്റെ ജീവൻ കൊടുക്കും, പക്ഷെ ബ്രഹ്മചര്യം ആർക്കും മുമ്പിൽ അടിയറ വയ്ക്കാൻ നിൽക്കില്ല. ഇതിനും അപ്പുറം നീ എന്ത് വേണമെങ്കിലും കരുതിക്കോ, എനിക്കൊരു കോപ്പുമില്ല. ഒരു പ്രാന്തിയാണെങ്കിൽ ഇവിടെ ഒന്ന് പുറത്തിരിക്കുക, രണ്ടാമത്തേത് അവിടെ അകത്ത് കയറിയ ചാടി കടിക്കാനിരിക്കോ. ഇനിയിപ്പോ എവിടെ പോയി ജീവിക്കണമെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല. മനുഷ്യനെ ഭ്രാന്ത് പിടിപ്പിക്കാൻ. അല്ല ചിറ്റപ്പ, വിശക്കുന്നുണ്ടെങ്കിൽ ഞാൻ കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടാക്കണമോ? അയ്യോ വേണ്ട മോളെ, ഇതിപ്പോ ഞാൻ എനിക്ക് വേണ്ടിയല്ല ഉണ്ടാക്കുന്നത്, ആ കുട്ടിക്ക് വേണ്ടിയാ. അവളുടെ വീട്ടിൽ അവള് ഇതൊക്കെ ആയിരിക്കും കഴിക്കുന്നത്. എടി ദരിദ്രവാസി, എല്ലാവർക്കും കൂടെ വച്ചിരുന്ന ബദാം നീ ഒറ്റയ്ക്കെടുത്ത് കഴിക്കുവാണോ? നിന്റെ വീട്ടിൽ നിന്ന് കൊടുത്തയച്ചൊന്നും അല്ലല്ലോ. ആ, നിനക്ക് പായസവും ഇല്ല, ഇന്ന് പിസ്തയില്ല, ബദാമും ഇല്ല. പോടി അമ്മേ. ഞാൻ കുറച്ച് ബദാം എടുത്തപ്പം ആകാശം ഇടിഞ്ഞു വീണതാ. ഞാനൊന്നും അത് കഴിക്കാൻ യോഗ്യതയില്ലാത്തവളായിരുന്നു. ഇവിടെപ്പ ചിറ്റപ്പൻ പുതിയ മരുമോളെ സൽക്കരിക്കാൻ നിക്ക. അവൾ വലിയ പണക്കാരിയല്ലേ? ഒരു കഷ്ണം പച്ചമുളക് പോലും കൊണ്ടുവരാതെയാ അവൾ ഇങ്ങോട്ട് വന്നേക്കുന്നത്. കഴിക്കും മോളെ, കഴിക്കും മോളെ, അല്ലെങ്കിൽ എങ്ങനെയാ ശക്തി കിട്ടുക? ശക്തി കിട്ടിയിട്ട് ഇപ്പൊ എന്ത് ചെയ്യാനാ? ആരെ തോൽപ്പിക്കാനാ? എന്റെ സ്വന്തം ആളുകൾക്കെതിരെ പോരാടാനോ? അവര് തന്നെ എനിക്ക് വേണ്ടി തെരഞ്ഞെടുത്ത ഈ വിധിയോട് പോരാടാനോ? അതോ ഇനി ഞാൻ ആ ഗുണ്ടയെ നേരിടണോ? ഒരിക്കലും ഭർത്താവായി സങ്കല്പിക്കാത്ത അവനെ ഞാൻ നേരിടണം. അറിയില്ല. മോളെ, നിന്റെ വീട്ടിലെ പോലെ ഈ വീടിന്റെ ചുവരും ജനലും മേൽക്കൂരയൊന്നും അത്ര വലുതായിക്കൊള്ളണമെന്നില്ല. പക്ഷെ മനസ്സ് വളരെ വലുതാണ്. എനിക്ക് ഒരു കാര്യം മാത്രമേ പറയാൻ പറ്റൂ. നീ ഇവിടെ ഉള്ളിടത്തോളം കാലം എന്റെ മകളായിട്ടായിരിക്കും കഴിയുന്നത്. നിനക്ക് എന്ത് എപ്പോ വേണമെങ്കിലും എന്നോട് പറഞ്ഞാൽ മതി, ഞാനുണ്ട് ഇവിടെ. കാലങ്ങളോളം എന്റെ മനസ്സാഗ്രഹിച്ചതുപോലെ ജീവിച്ചവളാ. എന്നാലും ഒരിക്കലും ആരും എന്നോട് എന്റെ ഇഷ്ടം എന്താന്ന് ചോദിച്ചിട്ടില്ല. എന്നെ ആരും മനസ്സിലാക്കിയിട്ടില്ല. ഇനിയിപ്പോ ഈശ്വരനോട് ചോദിക്കാനാണെങ്കിൽ ഞാൻ എന്ത് ചോദിക്കാനാ? പൊള്ളയായിരുന്നു ആ ജീവിതവും. ഓരോ നിമിഷവും ഞാൻ സത്യമാണെന്ന് വിചാരിച്ച ജീവിതവും ഇല്ല. ഇന്നലെ ഇന്നിന്റെ ഇടയ്ക്കുണ്ടായ കാര്യങ്ങൾ ഒരിക്കലും ഒരു സ്വപ്നം പോലെ എന്റെ മനസ്സിൽ നിന്ന് മാഞ്ഞു പോയില്ല. ഇനി ഒരു തരത്തിലും എനിക്ക് എന്റെ പഴയ അച്ഛനെ കിട്ടാനുള്ള സാധ്യതയില്ല. അവനവനേക്കാളേറെ എന്നെ സ്നേഹിച്ച അച്ഛനെ എനിക്കിനി കിട്ടില്ല. അച്ഛൻ എന്റെ എല്ലാ കുസൃതിക്കും കൂട്ടി നിൽക്കുമായിരുന്നു. ആ അച്ഛനാ സ്വന്തം വാശിക്ക് വേണ്ടി എനിക്ക് എന്റെ ജീവിതത്തിൽ കിട്ടാവുന്ന ഏറ്റവും വലിയ ശിക്ഷ നൽകി വിട്ടിരിക്കുന്നത്.
മാറിക്കോ. എങ്കിലും ഒരു അച്ഛന് സ്വന്തം മകളെ എങ്ങനെ ഇങ്ങനെയൊക്കെ ശിക്ഷിക്കാൻ കഴിയും? എടാ മോനെ, ഒന്ന് സൂരജിനെ വിളിച്ചേടാ. എന്താ അവനെ കാണാത്തെ? അവൻ എവിടെ പോയി? ആ ദിവസങ്ങളൊക്കെ പോയി അമ്മേ. നിങ്ങൾ വിചാരിച്ച ഉടനെ പ്രത്യക്ഷപ്പെടുന്ന സൂരജ് ഒന്നും ഇപ്പൊ ഇല്ല. ഇനി അവന്റെ കള്ള ബ്രഹ്മചാര്യം കൊണ്ട് അവൻ എവിടെയും കാണാൻ കിട്ടില്ല. ഞാൻ വന്നല്ലോ അമ്മായി. അപ്പൊ സൂരജും വൈകാതെ വന്നോളൂ. ഓ എന്റെ ഭഗവാനെ, ഞാൻ തോറ്റു. എന്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ നീയെങ്കിലും ഉണ്ടല്ലോ. സിന്ദൂരോ? ഇതെങ്ങനെയാ വന്നത്? ഇനിയിപ്പൊ സൂരജ് എങ്ങാനും അവന്റെ ബ്രഹ്മചാരി വ്രതം വേണ്ടാന്നെങ്ങാനും വെച്ചോ? എന്നിട്ടാണോ നിന്നെ കുങ്കുമം അണിയിച്ചത്? ആ ബ്രഹ്മചാരിയെ ആഗ്രഹിച്ചതുപോലെ കല്യാണം കഴിക്കണമെങ്കിൽ അതിനൊരു വിധിയൊക്കെ വേണോ അമ്മായി? ഒന്നുമില്ല, ഞാൻ വരുന്ന വഴിക്കൊന്ന് അമ്പലത്തിൽ കയറിയിരുന്നു. അവിടെ വെച്ച് നെറ്റിയിൽ തടവിയപ്പോ അബദ്ധത്തിൽ സിന്ദൂരം പറ്റിയതായിരിക്കും. അങ്ങനെയാണെങ്കിലേ അത് ഭഗവതി തന്ന സൂചനയായിരിക്കും. എന്നാലേ ഇന്നല്ലെങ്കിൽ നാളെ നിന്റെ സിന്ദൂര രേഖയിൽ സൂരജ് തന്നെ സിന്ദൂരം തൊടിക്കും. അമ്മായി ഇങ്ങനെ ആശുപത്രിയിലല്ലായിരുന്നെങ്കിൽ ഞാൻ ഇന്നലെ രാത്രി തന്നെ സത്യങ്ങളൊക്കെ പറഞ്ഞേന്. സൂരജ് നമ്മളെല്ലാരും ചതിച്ച കാര്യം ഞാനിപ്പോ പറയുന്നില്ല. വെള്ളം വെള്ളം. ഇതാ മോളെ. ഏട്ടാ, ഇതിലെന്താ? നമ്മുടെ പൈപ്പിലെ വെള്ളം കുടിച്ച് ഇവൾക്ക് ശീലം ഉണ്ടാവില്ലല്ലോ. ഇനി ചിലപ്പോ വല്ല അസുഖം പിടിച്ചാലോ? ഇത്രയും വില കൂടിയ വെള്ളോ? അതും ഒരു പെട്ടി നിറയെ. सा भी मेरी तरह ना कहीं से मैं तेरी तरह मिलके भी दोनों हैं अजनबी कैसी है ये दास्तां तू कहाँ मैं कहाँ तू ഓ, അപ്പൊ ഇതുകൊണ്ടാ ഏട്ടത്തി രാവിലെ കൊടുത്ത വെള്ളം കുടിക്കാതിരുന്നേ? ശ്ശോ, ഇത്ര ചെറിയ കാര്യം എനിക്ക് മനസ്സിലായില്ലല്ലോ. എനിക്ക് മനസ്സിലാകാത്തത് വേറൊരു കാര്യ. ഈ ഇഷ വീട്ടിൽ വന്നത് മുതൽ സൂര്യചേട്ടന് ഭയങ്കര മാറ്റങ്ങൾ കാണുന്നുണ്ട്. അതായത് 1 2 3 4 ഈ കുപ്പികളുടെ കണക്കെടുത്ത് നോക്കിയാ 24 കുപ്പികളും കൂടി 240 രൂപയായി. പിന്നെ കൊണ്ടുവരാനുള്ള ഓട്ടോ കൂലിയും കൂടെ നോക്കിയാ 340 രൂപയോ? ഒരാവശ്യമില്ലാതെ 340 രൂപ വെറുതെ വെള്ളത്തിനു വേണ്ടി കളയിപ്പിച്ചു രാത്രി. ഇവൾക്ക് വേണ്ടി ഉണ്ടാവുന്ന ചെലവുകളൊക്കെ കൃത്യമായിട്ട് എഴുതി വെക്കുന്നതാ നല്ലത്. ആദ്യമായിട്ടാ അമ്മയില്ലാഞ്ഞിട്ട് എനിക്ക് കുറച്ച് വിഷമം തോന്നുന്നത്. ഇവിടെ നടക്കുന്ന ഈ കൂത്തുകളെല്ലാം തന്നെ അമ്മയോട് എത്രയും പെട്ടെന്ന് പറയണം.
പക്ഷെ എങ്ങനെ പറയും? എങ്ങനെ പോയി പറയും? ഹോസ്പിറ്റലിലാണെങ്കിൽ ഏത് സമയത്തും ആരെങ്കിലും ഒക്കെ ഉണ്ടാവും. പിന്നെ ഇപ്പം ആരെങ്കിലും ഒരാള് ഇതൊക്കെ അറിഞ്ഞാലോ? അമ്മയോടെല്ലാം ഞാനാ പറഞ്ഞെന്നും പറഞ്ഞ് ഇവരൊക്കെ കൂടെ എന്റെ തല എടുക്കും. ഗ്ലാസ്സിന് നല്ല ചൂടുണ്ടല്ലോ. ഇനി പനി വല്ലതും ഉണ്ടോ? കാവ്യ, നീ ഒന്നിങ്ങോട്ട് വന്നേ. ഇവൾക്ക് പനിയുണ്ടോ നോക്കിയേ. ദേഹത്ത് നല്ല ചൂടുണ്ടേട്ടാ. അയ്യോ, നീ ഇത് ഒന്ന് നെറ്റിയിൽ വെച്ചു കൊടുക്ക്. ഞാൻ പോയി ഡോക്ടറെ വിളിച്ചോണ്ട് വരാം. അമ്മ, ഈശ്വര, ഇവരുടെ പനി ഒട്ടും കുറയുന്നില്ലല്ലോ. കാവ്യ, ദാ ഇത് കൊടുക്ക്. ഡോക്ടർ വരുന്ന സമയത്ത് വരട്ടെ. അതുവരേക്കും ഇത് കൊടുക്ക്. മിക്കവാറും പനി ഉടനെ കുറയും. ഏട്ടത്തി, പെൺകുട്ടികൾക്ക് അവരുടെ കല്യാണത്തെക്കുറിച്ച് ഒരുപാട് സ്വപ്നങ്ങളുണ്ടാവുമല്ലേ? അതുപോലെ ഇഷയ്ക്കും ഉണ്ടായി കാണില്ലേ? പക്ഷെ അച്ഛനെ അവളെ വിവാഹം കഴിപ്പിച്ച് അയച്ച രീതി വെച്ച് നോക്കുമ്പോൾ അത് അവൾക്ക് ഒരു ദുസ്വപ്നമായി മാറാനേ സാധ്യതയുള്ളൂ. എനിക്ക് സങ്കല്പിക്കാൻ പോലും കഴിയുന്നില്ല. ഇന്നലെ രാത്രി ആ പാവം അവിടെ എങ്ങനെ താമസിച്ചിട്ടുണ്ടാവും? അവിടെ ആരോടും സംസാരിക്കാൻ പറ്റുന്നുണ്ടാവില്ല, ആരോടും വിഷമങ്ങൾ പറയാൻ പറ്റുന്നുണ്ടാവില്ല. പോരാത്തിന് അച്ഛൻ അവളുടെ ഫോണിലെത്തുകൊണ്ട് പോലും സമ്മതിച്ചില്ലല്ലോ. അതുകൊണ്ട് നമുക്കും അവളെ വിളിക്കാൻ പറ്റാത്ത അവസ്ഥയായി. ഈ വീട്ടില് അവൾ എന്തോ ഒരു സന്തോഷത്തോടെ കഴിഞ്ഞത്. പക്ഷെ ഇപ്പൊ അവളുടെ അവസ്ഥ എന്താണെന്ന് പോലും അറിയില്ല. ചേട്ടത്തി, അവളോടൊന്ന് സംസാരിക്കാൻ എന്തെങ്കിലും വഴി ഉണ്ടാവില്ലേ? സരള ചേച്ചിയോട് സംസാരിക്കാൻ പറ്റുമല്ലോ. എന്താ, വിളിച്ചു നോക്ക്. ഈശോയുടെ കാര്യം അവർക്ക് അറിയാതിരിക്കില്ലല്ലോ. മരുമോളെ, ദാ വരുന്നു. ഇപ്പൊ വരാം. ഡോക്ടറെ, ഈ കുട്ടിയുടെ പനി എന്താ കുറയത്തെ? അത് കുറച്ച് സ്ട്രെസ് കൂടുതലായതുകൊണ്ട് ശരീരത്തിൽ മുഴുവൻ കുറച്ച് റാഷസ് ഒക്കെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് അവരുടെ ഫാമിലി ഡോക്ടേഴ്സ് നിർദ്ദേശിച്ചിട്ടുള്ള മരുന്ന് കൊടുക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. ആൻഡ് പ്ലീസ്, വേറെ മരുന്ന് കൊടുത്താൽ ശരിയാവില്ല. ചിലപ്പോൾ റിയാക്ഷൻസ് ഉണ്ടായാലോ. ഞാൻ വരട്ടെ? താങ്ക് യു. ശരി. താങ്ക് യു ഡോക്ടർ. താങ്ക് യു. ഇവരുടെ വീട്ടിലേക്ക് വിളിച്ചിട്ട് ഇവർക്ക് കൊടുക്കുന്ന മരുന്ന് ഏതാണെന്ന് ചോദിക്കും. പറയൂ സൂരജ്. സർ, ഇഷ മാഡം നല്ല സുഖമില്ലാതെ ഇരിക്കുക. ശരീരത്തിൽ അവിടെ ആയിട്ട് ചുവന്ന പാടുകൾ വന്നിട്ടുണ്ട്. പിന്നെ നല്ല പനിയുണ്ട്. സാധാരണ കൊടുക്കുന്ന മരുന്ന് ഏതാണെന്ന് അറിയണമായിരുന്നു. പിന്നെ ഇവിടെ നിന്ന് ഡോക്ടറും പറഞ്ഞത് അതേ മരുന്ന് തന്നെ കൊടുക്കണമെന്നാ. ആ കുട്ടിയുണ്ടല്ലോ, എന്റെ വീട്ടിൽ തന്നെ കഴിഞ്ഞിട്ട് എന്റെ തീരുമാനങ്ങളെ വെല്ലുവിളിച്ചതാണ്. ഞാൻ അവളെ തന്നെ മറക്കാൻ ശ്രമിക്കുക. ഇനി അവളുടെ സുഖമോ അസുഖമോ സന്തോഷമോ സങ്കടമോ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു വിഷയമേ അല്ല. ഗുലാബ് സിംഗിന്റെ താല്പര്യങ്ങൾക്കെതിരായി പ്രവർത്തിച്ചാൽ എന്തു സംഭവിക്കുമെന്ന് അവളും മനസ്സിലാക്കട്ടെ. അനുഭവത്തിൽ കൂടെ പഠിക്കട്ടെ. ഹലോ സർ, ഹലോ. ഇങ്ങനെ ഒരു അച്ഛനെ ശത്രുക്കൾക്ക് പോലും കിട്ടാതിരിക്കട്ടെ. അയാളുടെ മോൾ ഇവിടെ കിടന്ന് വിഷമിക്കുക. പക്ഷെ അയാൾക്ക് അതൊന്നും ഒരു വിഷയമേ അല്ല. ചേട്ടത്തി, എന്ത് ചെയ്തിട്ടാലും ആ മരുന്നിന്റെ പേര് പറഞ്ഞു കൊടുക്കണം. അതെ, ഒരു കാര്യം ചെയ്തല്ലോ, നമുക്ക് നേരിട്ട് അങ്ങോട്ട് പോയാലോ? അതേനേ, വരൂ. ഇവിടെ എന്താ പരിപാടി? ഇഷയുടെ അനുഭവം നിങ്ങൾ കണ്ടാണല്ലോ. ഇനി ഒരു കാരണവശാലും അച്ഛനെ എതിർക്കാൻ ശ്രമിക്കരുത്. നിന്റെ ചേട്ടൻ നൽകി പറയാം.
അല്ലെങ്കിൽ തന്നെ നിന്റെ കാര്യത്തിൽ അച്ഛൻ ഡിസപ്പോയിന്റഡാ. ഇനിയിപ്പോ അച്ഛനെ ദേഷ്യം പിടിപ്പിക്കുന്ന എന്തെങ്കിലും ചെയ്താലുണ്ടല്ലോ, നീയും ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി പോവേണ്ടി വരും. ഈ വീട്ടിൽ അച്ഛൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെ നടക്കൂ. അത് ഓർമ്മ വയ്ക്ക, സൂക്ഷിച്ചു പെരുമാറ്. നിന്റെ എല്ലാ തെറ്റുകൾക്കും മാപ്പ് കിട്ടിയെന്ന് വരും. പക്ഷെ ഈ കൊച്ചിന് എന്തെങ്കിലും സംഭവിച്ച ആ തെറ്റിന് ഒരിക്കലും മാപ്പുണ്ടായിരിക്കില്ല. വല്യമ്മ, ഈശയുടെ കാര്യങ്ങളൊക്കെ വല്യമ്മയിലെ നോക്കിയിരുന്നത്. അപ്പോ ഇവള് കഴിക്കുന്ന മരുന്ന് ഏതാണെന്നും വല്യമ്മയ്ക്ക് അറിയായിരിക്കും. ആ പക്ഷെ ആവക കാര്യങ്ങളൊക്കെ നമ്മൾ എന്തിനാ ചോദിക്കുന്നെന്ന് പറഞ്ഞാ എന്തു പറയും? അപ്പോ ഇഷയേട്ടത്തെ കല്യാണം കഴിച്ചു എന്ന് ചേട്ടന് പറയാൻ പറ്റുമോ? ഈശയുടെ ജീവൻ രക്ഷിക്കണമെങ്കിൽ വല്യമ്മയോട് സത്യം പറയേണ്ടി വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്താ ഇത് ഭഗവാനെ, ഇന്ന് വരെ ഉണ്ടാവാത്ത കാര്യ. സൂരജിനെ ഒന്ന് കാണണമെന്ന് പറഞ്ഞിട്ട് ഒരിക്കലും അവൻ ഇതുപോലെ വരാതിരുന്നിട്ടില്ല. വല്യമ്മേ, ഇപ്പോഴാണ് ഒഴിവ് കിട്ടിയേ. വരേണ്ട ആവശ്യമില്ലായിരുന്നല്ലോ. എന്തിനാ വന്നത്? അവിടെ നിന്നാ മതിയായിരുന്നല്ലോ. വേണ്ട, പൊയ്ക്കോ. അങ്ങനെയൊന്നും നീ അല്ല എന്നോട് വല്യമ്മേ. വീണ്ടണ്ട. നിനക്ക് എന്നെക്കാൾ വലുതായി ഇപ്പൊ മറ്റാരൊക്കെയോ ഉണ്ട്. അങ്ങനെയൊന്നും ഇല്ല വല്യമ്മേ. അത് എനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു. അതായത് എന്റെ പിന്നെ ഇഷയുണ്ടല്ലോ, മതി മതി. ആ അഹങ്കാരം പിടിച്ച പെണ്ണുണ്ടല്ലോ, അവളുടെ പേര് പോലും എനിക്ക് കേൾക്കേണ്ട ആവശ്യമില്ല. എനിക്ക് മനസ്സിലായി. നീ അവളുടെ കല്യാണത്തിന് പോയിരുന്നല്ലേ? അവിടെ നിന്ന് കാണും. അതുകൊണ്ടല്ലേ വരാൻ സമയം കിട്ടാത്തത്. പേഷ്യന്റിന് BP ചെക്കേണ്ട ടൈമായി. ഒരു കണക്കിന് അവളുടെ കല്യാണം കഴിഞ്ഞത് നന്നായി. തീർന്നല്ലോ അവളുടെ ശല്യം. എന്റെ അഭിപ്രായത്തില് അവളുടെ ഭർത്താവിന്റെ വീട്ടുകാര് അവളുടെ സ്വന്തം വീട്ടിൽ അയക്കാനേ പാടില്ല. അപ്പൊ പിന്നെ എനിക്ക് അവളുടെ മുഖം കാണണ്ടല്ലോ. ഞാൻ പറയാം, എന്റെ വീട്ടിൽ ഇതുപോലെ ഒരു പെണ്ണ് കയറി വന്നാലുണ്ടല്ലോ, ഞാൻ ചൂലെടുത്ത് അവളെ തലങ്ങും വിലങ്ങും അടിച്ച് ഞാൻ പുറത്താക്കിക്കളെ. അതിന് പറ്റിയില്ലെങ്കിൽ ഞാൻ വിഷം കുടിച്ച് ചാവും. ഞാൻ എന്ത് ചെയ്യും? ഇഷ നമ്മുടെ വീട്ടിലുണ്ടെന്ന് ഞാൻ എങ്ങനെ വല്യമ്മയോട് പറയും? അവളെ കൈ കിട്ടിയാലുണ്ടല്ലോ രണ്ട് കൊടുക്കാനാ എനിക്ക് തോന്നുന്നേ. നോക്ക്, ഇവരെ ഒന്ന് സമാധാനിപ്പിക്കേ. ഓപ്പറേഷനൊക്കെ കഴിഞ്ഞതല്ലേ, ഇത്ര സ്ട്രെയിൻ എടുക്കാൻ പാടില്ല. വല്യമ്മ, അതൊക്കെ വിട്ടേക്ക്. ഇപ്പോ നമുക്ക് നമ്മുടെ ആരോഗ്യമാണ് വലുത്. എന്നാലും ഞാൻ അവളെ എങ്ങനെ മറക്കാനാ? അവള് കാരണം എനിക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. ആ അഹങ്കാരി പെണ്ണിന്റെ പേര് പറയുമ്പോ തന്നെ എനിക്കത് തലയ്ക്ക് മൊത്തം തീ പിടിക്കുക. മിണ്ടാതെ കിടക്ക് വല്യമ്മേ. ചേട്ടാ, നിങ്ങൾ കൃത്യസമയത്ത് എത്തിയത്. അല്ലെങ്കിലും വല്യമ്മയ്ക്ക് ഒരു തണുത്ത ജ്യൂസ് കൊടുക്കേണ്ട സമയം. ഇതങ്ങോട്ട് ഉള്ളിൽ ചെന്നാ എല്ലാം ശരിയായിക്കോ. വല്യമ്മേ, ദാ ഈ ജ്യൂസ് ഒറ്റ വലിക്കാൻ കുടിക്കാം. വല്യമ്മയുടെ ദേഷ്യം പടയെന്ന് പമ്പ കിടക്കുന്ന കണ്ടോ? ദാ കുടിക്കാൻ. വല്യമ്മ ഈശയുടെ പേര് പോലും കേൾക്കാൻ ഇഷ്ടപ്പെടുന്നില്ല. ഈ സമയം കല്യാണക്കാര്യം കൂടി പറഞ്ഞ വല്യമ്മയുടെ ആരോഗ്യം കൂടുതൽ പ്രശ്നത്തിലാവത്തേ ഉള്ളൂ. പക്ഷെ സത്യം പറയാതെ ഈശയുടെ മരുന്നിന്റെ കാര്യം എങ്ങനെ അറിയും? ഇതാ, അന്ന് നീ വളരെ താല്പര്യത്തോടെ കഴിച്ച മധുരം തന്നെ ഒരിക്കൽ കൂടി നിനക്ക് വേണ്ടി കൊണ്ടുവന്നതാ. കാരണം നീ പറഞ്ഞത് അതുപോലെയൊക്കെ തന്നെ ആയി കാവേരി. നീ പറഞ്ഞതുപോലെ ആ രാഷ്ട്രീയക്കാരന്റെ മകനുമായിട്ടുള്ള കല്യാണം നടന്നില്ല. എനിക്ക് കല്യാണത്തിന് സമ്മതമല്ല. മനസ്സിൽ മറ്റൊരാളെ സ്നേഹിച്ചുകൊണ്ട് വേറൊരാളോടൊപ്പം ജീവിക്കാൻ എനിക്ക് കഴിയില്ല. അതുകൊണ്ട് നിന്റെ നാവ് പൊന്നായതുപോലെയല്ലേ? ആ ഇതാ
വർഷങ്ങൾക്ക് മുമ്പ് എന്റെ വാക്കുകൾ അനുസരിക്കാൻ മടി കാണിച്ചതിന്റെ ശിക്ഷയാണ് നീ ഇപ്പൊ അനുഭവിക്കുന്നത്. അതേ തെറ്റും ആവർത്തിച്ച് നിന്റെ മകൾക്കും ഇതേ ശിക്ഷയാണ് കിട്ടാൻ പോകുന്നത്. അതുകൊണ്ട് എന്റെ വീട്ടിൽ ജോലികൾ ചെയ്യുന്ന ബ്രഹ്മചാരിയായ ഒരു ഗുണ്ടയ്ക്കാണ് ഞാൻ അവളെ കെട്ടിച്ചു കൊടുത്തിരിക്കുന്നത്. നിന്റെ മകൾക്ക് കൊടുത്ത ശിക്ഷയാണ് അവളുടെ ഭർത്താവായ ബ്രഹ്മചാരി. ആ ശിക്ഷയാണ് അവൾ അർഹിക്കുന്നത്. നിന്റെ മോളുടെ ഭർത്താവ് എനിക്ക് വേണ്ടി ജീവൻ തരാൻ പോലും തയ്യാറാണ്. ഞാൻ പറഞ്ഞാൽ ആരുടെയും ജീവൻ എടുക്കാനും തയ്യാറാണ്. എന്റെ മോളുടെ കല്യാണം കഴിഞ്ഞു. ഏയ്, അങ്ങനെയല്ല. കല്യാണം കഴിഞ്ഞെന്നല്ല, അവളുടെ ശിക്ഷ തുടങ്ങിന്ന് വേണം പറയാൻ. ഇപ്പൊ പനി പിടിച്ച് വിറച്ച് ചാകറായി കിടക്ക നിന്റെ മോള്. അവിടെയാണെങ്കിൽ അവൾക്ക് വേണ്ട മരുന്ന് കൊടുക്കാനും ആരുമില്ല. ഈശോയുടെ കല്യാണം കഴിഞ്ഞോ? എന്റെ മോളുടെ കല്യാണം കഴിഞ്ഞോ? എന്റെ മോളുടെ കല്യാണം കഴിഞ്ഞു. ഇന്ന് ശരിക്കും മധുരം കഴിക്കേണ്ടത് നീയാണ് ഗുലാബ്. ചേടാ, കാരണം മനുഷ്യന്റെ തലയിലെഴുത്തും ദൈവത്തിന്റെ ആഗ്രഹവും ആര് വിചാരിച്ചാലും മാറ്റാൻ സാധിക്കില്ല. പിന്നെ നിന്നെ കൊണ്ട് എങ്ങനെ സാധിക്കും? എന്തായാലും നീ ആഗ്രഹിച്ചടുത്ത് ഇഷയെ കെട്ടിച്ചുവിടാൻ പറ്റിയില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ ഇഷയെ കെട്ടിക്കൊണ്ട് പോയിരിക്കുന്നത് എന്റെ ഈശ്വരൻ തീരുമാനിച്ച ആളാ. ഏതോ ഒരു ശാപത്തിനെ എന്റെ മകളുടെ തലയിൽ കെട്ടിവെച്ചതെന്ന് നീ സന്തോഷിക്കുന്നുണ്ടല്ലോ. ഇനി വരാനിരിക്കുന്ന കാലത്ത് അത് തന്നെ നിന്റെ തലയിൽ ഇടുത്തിയായി വീഴും. നോക്കിക്കോ. ആവശ്യത്തിലധികം ഉയർത്തിക്കൊണ്ട് നടക്കുന്ന നിന്റെ ഈ കഴുത്തിലെ എല്ലുകൾ പൊട്ടാനുള്ള സമയമായി ഗുലാബ്. ഈശ, ഈശ, ഈശ. അമ്മ, ഇവരുടെ അവസ്ഥ വളരെ മോശമാണല്ലോ. എന്റെ ഈശ്വര, ഇവളെങ്ങാനും തട്ടിപ്പോവോ? അപ്പൊ ഭർത്താവിന്റെ വീട്ടിലുള്ള എല്ലാവരോടും കൊന്നൊന്നല്ലേ പറയുള്ളൂ. മാത്രമല്ല ഞാൻ കുറെ കേട്ടിട്ടുണ്ട്, ഇത്തരം കേസുകളിൽ ബെയില് പോലും കിട്ടൂല. പ്രിയ, നീ ഒന്നും മിണ്ടാതിരിക്കുക. എന്തിനിങ്ങനെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയുന്നേ? ചിറ്റപ്പ, ഇവരുടെ മരുന്നിന്റെ കാര്യം കിട്ടുമോ ഇല്ലയോ എന്നൊന്നും അറിയില്ല. നമുക്ക് തൽക്കാലം നമ്മുടെ കയ്യിലുള്ള മരുന്ന് കൊടുത്തു നോക്കിയാലോ? ചിലപ്പോ ഇവരുടെ പനി കുറച്ചെങ്കിലും ഒന്ന് കുറഞ്ഞാലോ? കൊടുത്തോ. എന്റെ മോളുടെ കഴുത്തിൽ നീ ഒരു വർണ്ണമാലി ഇടിപ്പിച്ചു എന്ന് പറഞ്ഞ് സന്തോഷിക്കുന്നില്ലേ? ഭാവിയിൽ അതൊരു വിഷസർപ്പമായി മാറി നിന്നെ തന്നെ കൊത്തുന്നത് നീ കണ്ടോ? അഹങ്കാരം ഏതോ അഭിമാനം ഏതോ എന്ന് അറിയാത്ത നീ ഒരു കാര്യം മനസ്സിലാക്കിക്കോ. ആര് പാപം ചെയ്തോ ആര് പുണ്യം ചെയ്തോ എന്ന് തീരുമാനിക്കുന്നത് നമ്മളല്ല, ദൈവമാ തീരുമാനിക്കുന്നത്. മോളുടെ കല്യാണത്തിന് സന്തോഷിക്കുന്നേ. എന്റെ മോളുടെ കല്യാണത്തിന് നീ സന്തോഷിക്കേ. എന്റെ മോള് നിന്റെ സ്വർണ്ണക്കൂട്ടിൽ നിന്ന് രക്ഷപ്പെട്ട് പറന്നു പോയിരിക്കുന്നു. എന്റെ മോളുടെ വിവാഹം കഴിഞ്ഞിരിക്കുന്നു ഗുലാബ്. അവൾ രക്ഷപ്പെട്ടിരിക്കുന്നു. അവൾ സ്വതന്ത്രയായി കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോഴാ എന്റെ മോൾ ശരിക്കും രക്ഷപ്പെട്ടത്. എന്റെ മോൾ സ്വതന്ത്രയായിരിക്കുന്നു. എന്താ ഇവിടെ? ഡോക്ടർ പറഞ്ഞത് കേട്ടില്ലേ? ഇവൾക്ക് വേറെ മരുന്നൊന്നും കൊടുക്കാൻ പാടില്ല. കൊടുക്കരുതെന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും? ഈ അവസ്ഥയിൽ ഇവിടെ കിടന്ന് മരിച്ചു പോട്ടെന്നോ? ഇവരാദ്യം കഴിച്ചിരുന്ന മരുന്ന് എന്താണെന്നോ അതിന്റെ പേരെന്താണെന്നോ അതെവിടെ കിട്ടുന്നോ നമുക്ക് എങ്ങനെ അറിയാം? ഇതാണോ മരുന്ന്? ഏട്ടനിപ്പോ എവിടെ ഈ മരുന്ന് കിട്ടിയത്? വല്യമ്മയോട് പറയാതെ തന്നെ ആ മരുന്നിന്റെ പേര് എങ്ങനെയാണെന്ന് കണ്ടുപിടിച്ചേ പറ്റൂ. സൂരജ്, ആ തലതെറിച്ച പെണ്ണ് കല്യാണത്തിന് വേറെ പ്രശ്നമൊന്നും ഉണ്ടാക്കിയില്ലല്ലോ. നിനക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുത്തിയോ? ഏയ്, എന്താ വല്യമ്മ ഇത്? ആ പെൺകുട്ടി അങ്ങനെ വലിയൊരു പ്രശ്നക്കാരിയാണെന്നൊന്നും തോന്നുന്നില്ല.
വല്യമ്മയ്ക്ക് തന്നെ അറിയില്ലേ, ഒരു ദിവസം അവള് തൈരോ എന്തോ കഴിച്ചിട്ട് അന്ന് പനിയോ ജലദോഷമൊക്കെ വന്നില്ലേ? എന്നിട്ട് അവിടെ മരുന്ന് കിട്ടാൻ വേണ്ടി നിങ്ങൾ പാതിരാത്രി ഈ ടൗൺ മൊത്തം കിടന്ന് കറങ്ങിയില്ലേ? പണം ഉള്ളവർക്കൊക്കെ ബാക്കിയുള്ളവർ അടിമകളല്ലേ? അവൾക്കാണെങ്കിൽ വേറൊരു മരുന്നും പറ്റില്ല. പിന്നെ എന്താ ചെയ്യേണ്ടത്? നീ പറ. സ്വയം മരുന്ന് അവിടെ മറന്നു വെച്ചിട്ട് അതിന്റെ കുറ്റം എന്റെ തലയിൽ വെച്ചു. ഈ പൈസക്കാരുടെ ഓരോ കാര്യമേ ചില നേരത്ത് കൈതരിച്ചു വരും. പറഞ്ഞതുപോലെ ആ മരുന്ന് ഏതായിരുന്നു? ശരിക്കും ഓർമ്മയില്ല. എന്തോ ഒരു വിചിത്രമായ പേരാ. ആ സേവാലാൽ ജംഗ്ഷനില്ലേ, അവിടെ ആ മരുന്ന് കടയുള്ളത്. ആ കടയിൽ നിന്ന് മാത്രമേ ആ മരുന്ന് കിട്ടൂ. ഇത് മതിയടാ എനിക്ക്. കൊള്ളാലോ വല്യമ്മേ. എന്നാലും അങ്ങനെ ഒരു മരുന്ന് ഏതാ? അവിടെ മാത്രം കിട്ടുന്ന ഒരു മരുന്ന് എന്തായിരിക്കും അതിന്റെ പേര്? എന്തരസ്. ആ ചിലർക്കൊക്കെ ഞാൻ ചെയ്യുന്ന ജോലി ഇഷ്ടമല്ലായിരിക്കും. എന്ന് വെച്ച് എനിക്ക് മനുഷ്യത്വം ഇല്ലെന്നല്ല അർത്ഥം. മരുന്ന് കൊടുക്കും മോളെ, മരുന്ന് കൊടുക്ക. ഞാൻ അബദ്ധത്തിൽ അങ്ങനെ ഒരു ഗ്ലാസ് വെള്ളം വാങ്ങിച്ചു കുടിച്ചാ ഇവിടെ എല്ലാവർക്കും ലോകം അവസാനിച്ച പോലെയാ. പക്ഷേ ഈ മഹാരാജയ്ക്ക് വേണ്ടി ഇവിടെ എല്ലാരും ഒന്നിച്ചു നിൽക്കാം. എനിക്കിതൊന്നും അങ്ങോട്ട് പിടിക്കുന്നില്ല കേട്ടോ. അമ്മയോടെ ഇതൊക്കെ പറഞ്ഞാലേ ശരിയാവൂ. പക്ഷേ എങ്ങനെ? എങ്ങനെയെന്ന് ചോദിച്ചാ അതിനുള്ള വഴി കിട്ടി. എന്തായി ചെയ്യുന്ന? തലമുട്ടില്ലേ? അങ്ങോട്ട് വെക്ക്. എന്റെ കയ്യിലെ മുട്ടുന്നേ. गजब है कहानी, गजब है फसाना है रिश्ता ये कैसा किसी ने न जाना. अलग है मिजाज एक दूजे से बिल्कुल पर चल रहा कारवां. ആഹാ, എന്താ ഏട്ടാ ഇത്? കൺട്രോൾ ഇന്നല്ലാതെ. അടി വെച്ചെന്നുണ്ടല്ലോ. അതെടുക്ക്. ഒരു കാര്യം മാത്രം ഓർമ്മ വെച്ചോ, ഇന്നു മുതൽ ഇഷയുടെ നിശ്വാസത്തിൽ പോലും നിന്റെ കാവലുണ്ടായിരിക്കണം. ചേട്ടാ, ഏട്ടത്തി ഇന്നലെ മുതൽ കല്യാണ വേഷത്തിൽ തന്നെയാ കിടക്കുന്നത്. നമ്മുടെ ഡ്രസ്സുകളൊന്നും അവർക്ക് ഇഷ്ടപ്പെടില്ല. അത് പാകമാവത്തുമില്ല. ഏട്ടത്തിക്ക് കുറച്ച് പുതിയ ഡ്രസ്സുകൾ വേണ്ടി വരും. എന്തു പറ്റി അമ്മേ? എന്തിനാ ഇതൊക്കെ? ഇന്നെന്തെങ്കിലും പ്രത്യേക ദിവസമാണോ? മോനെ, ഇഷ ഈ വീട്ടിൽ നിന്ന് പോയത് മുതൽ ഈ വീട്ടിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടെന്നാ തോന്നുന്നത്. അതിനൊക്കെ ഇല്ലാതാക്കാൻ എന്റെ കയ്യിലൊരു സന്തോഷ വാർത്തയുണ്ട്. എന്താ? ഇന്ന് ഏകാദശിയല്ലേ? ഏകാദശി ദിവസം ഇതുപോലൊരു വിരുന്ന് വരാനിരിക്കുന്ന ഭാവി സന്താനത്തിന്റെ പേരിലാ. സത്യമാണോ? മുത്തശ്ശി, കൺഗ്രാറ്റുലേഷൻസ്. ഐ ആം റിയലി ഹാപ്പി. ആഹാ, അത് കലക്കല്ലോ. ശ്രുതി, പിടിച്ചോ. നന്നായിരിക്കും മോളെ. അപ്പോ എനിക്കൊരു അനന്തരാവകാശി വരാൻ പോകുന്നു. മോനെ, നീ അച്ഛന് വലിയൊരു സന്തോഷം തന്നത്. അമ്മേ, അപ്പൊ ഞാനൊരു മുത്തശ്ശനാകാൻ പോകുന്നു. പക്ഷെ എല്ലാവരും ഒരു കാര്യം ഓർമ്മിച്ചോണം. ഇനി മുതൽ ഇഷയുടെ പേര് പോലും ഈ വീട്ടിൽ ആരും ഉച്ചരിച്ചു പോകരുത്.
മറ്റുള്ളവർക്ക് വേണ്ട സേവനമൊക്കെ കഴിഞ്ഞെങ്കിലേ അവനവന്റെ ആൾക്കാരെ കൂടെ ഒന്ന് ഓർക്ക്. ആശുപത്രിയിൽ അമ്മ വിശപ്പും ദാഹമായിട്ട് ഇരിക്കുകയായിരിക്കും. എനിക്കിവിടെ വീട്ടിൽ പണിയില്ലായിരുന്നെങ്കിൽ ഞാൻ തന്നെ ഇത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കൊടുത്തേനെ, ദേ ഈ പാത്രത്തോടെ. ശരി ഏട്ടത്തി, ഞങ്ങൾ എന്നെ കൊണ്ടുപോയി കൊടുക്കാം. ഇഷേട്ടത്തി എന്തായാലും മരുന്ന് കഴിച്ചിട്ട് ഉറങ്ങുന്നുണ്ടല്ലോ. മരുന്ന് കഴിച്ചുകൊണ്ട് അവർക്ക് പെട്ടെന്ന് സുഖമാവൂന്ന് തോന്നുന്നേ. ആ ശരി, പോയിട്ട് വരാം. വാ. ഇന്ന് ഈ വീട്ടിലെ മഹാരാജ്ഞിയുടെ അവസാന ദിവസമായിരിക്കും. അടിപൊളിയായിരിക്കും. ഇന്ന് അമ്മയ്ക്ക് നല്ല ആശ്വാസം തോന്നുന്നുണ്ടല്ലോ. അമ്മ ഇവിടെ അഡ്മിറ്റ് ആയ ദിവസം മുതൽ എനിക്ക് ഉറക്കമില്ലായിരുന്നു. ചേട്ടാ, ഇതെന്താ വീട്ടിൽ നിന്ന് ആരും ഭക്ഷണമൊന്നും കൊണ്ടുവരാത്തത്? ഫോണൊന്നും എടുത്ത് ഞാൻ വിളിക്കാം. ഞങ്ങൾ ഇതേ ഭക്ഷണം കൊണ്ട് എത്തിക്കഴിഞ്ഞു. വന്നോ ആരതി വിളിച്ച് സ്വീകരിക്കാൻ. ആ സുഖമില്ലാത്തോണ്ട് എങ്ങനെയും ചത്തോട്ടെ. എന്നാലും ഇവരുടെ മേക്കപ്പ് ഇല്ലാതെ പുറത്തിറങ്ങാൻ പറ്റില്ലല്ലോ. മേക്കപ്പ് ഇല്ലാതെ എങ്ങനെ പുറത്തിറങ്ങാനാ അല്ലേ? ഹലോ മൈ ഡിയർ വല്യമ്മ, ഞങ്ങള് വീട്ടിൽ നിന്ന് നേരത്തെ ഇറങ്ങിയതാ. ഭയങ്കര ട്രാഫിക് ആയിരുന്നു. വല്യമ്മക്ക് ഇപ്പൊ തന്നെ ഫുഡ് എടുത്തില്ല. ആ ക്ലിപ്പ് ആരും ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ എൻ്റെ ഭാര്യ കഷ്ടപ്പെട്ടത് മുഴുവനും വെറുതെ ആവും. ഇതെന്താ? എന്റെ ഭഗവാനെ, ഞാൻ തോറ്റു. ഇതാണോ ഭക്ഷണം? ഞാനെന്താ വല്ലയിടത്തും പട്ടിണി കിടക്കുവാണോ? എന്തിനാ മോണിക്കെ മരുമകളായിട്ട് വച്ചത്? മഹാ മടിച്ചേ അവള്. അവിടെ ഉള്ളത് എന്തെങ്കിലും പുഴുങ്ങി ഇങ്ങോട്ട് തന്നു വിട്ടാ മതിയല്ലോ. ഇനി അവളെ എന്റെ മുന്നിൽ കണ്ടാലുണ്ടല്ലോ അവളുടെ ചെവിക്ക് പിടിച്ച് 2 കൊടുത്തേ മതിയാവും. എന്നാലേ ഉരുളക്കിഴങ്ങ് വേവിച്ച് കൊടുക്കാതിരിക്കുള്ളൂ. പോട്ടെ ചേട്ടത്തി, അതൊക്കെ നമുക്ക് ശരിയാക്കാം. കാവ്യ, ഇനി ഫുഡ് കൊണ്ടുവരുമ്പോ വല്യമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടത് മാത്രമേ കൊണ്ടുവരാവൂ. പറഞ്ഞ കേട്ടല്ലോ. ശരി, കഴിക്കും. ഇന്നത്തേക്ക് കഴിക്കും. അതെ, കുറച്ചല്ലേ. അതങ്ങ് കഴിക്കേ. പ്ലീസ് പ്ലീസ്. അല്ല, ഇതെന്താ ഇതെന്താ ഈ കിടക്കുന്നേ? ഇതെന്താ സാധനം? മുമ്പ് ഇവിടെ കണ്ടിട്ടില്ലല്ലോ. നോക്കട്ടെ. ഇത് നല്ല വിലയുള്ളതാണല്ലോ. ഇവരുടേതാവാൻ വഴിയില്ല. ഇത് ആരുടെയാ? ഇത് എവിടുന്നാ കിട്ടിയത്? എന്റെ മോണിക്ക മടിച്ചാണെന്ന് ആരാ പറഞ്ഞത്? ഇപ്പൊ കണ്ടില്ലേ എന്ത് ബുദ്ധിപരമായിട്ടാ അവള് നീങ്ങിയിരിക്കുന്നേ. ഇനിയിപ്പോ ഈ പെമ്പിളർക്ക് സത്യം പറഞ്ഞേ പറ്റും. ഇത് ആരുടെ ആയിരിക്കും? ഇത് ആ അഹങ്കാരി പെണ്ണ് ഇഷയുടെ ആണെന്നാണല്ലോ തോന്നുന്നത്. ഇതെങ്ങനെയാ നമ്മുടെ വീട്ടിൽ വന്നത്? ചേട്ടത്തി, നിങ്ങളൊന്ന് സമാധാനമായിട്ടിരിക്കും, അല്ലെങ്കിൽ കൂടിക്കൊണ്ടിരിക്കും. പറയുന്ന മനസ്സിലാക്ക്. ഇതൊക്കെ ആ സൂരജിന്റെ കളിയാ. ആ ഗുലാബ് സിംഗ് പറയുന്നതനുസരിച്ച് രാവും പകലും ആ പെണ്ണിന്റെ പുറകെ തന്നെയായിരിക്കും. അങ്ങനെയായിരിക്കും അവന്റെ കൈ പെട്ടത്. ദേ അവനോട് പറഞ്ഞേക്ക്, ആ പെണ്ണ് മാത്രമല്ല അവളുമായി ബന്ധപ്പെട്ട ഒരു കാര്യം എനിക്കിഷ്ടമല്ല. അവള് തൊട്ട സാധനങ്ങൾ എന്തെങ്കിലും വീട്ടിൽ വന്നാ അതെന്നും അപശകനമായിരിക്കും. ഇതിനെ അങ്ങ് നശിപ്പിച്ച് ഇല്ലാതാക്കണം. ഇതൊന്നും നമുക്ക് വേണ്ട. അവളെ സാധനങ്ങൾ മൊത്തം എന്താ അമ്മ ഇത്? അയ്യോ, മതിയാക്ക്. അവളെ എന്റെ കൈ തന്നെ ഞാൻ തല്ലി ചതയ്ക്കും. അവളെ വീട്ടിലെ അവളെ ഞാൻ. അഹങ്കാരി. അമ്മേ സമാധാനിക്ക്. അമ്മ, എന്റെ അമ്മ, അവളുടെ ക്ലിപ്പിനോട് ഇതാ മനോഭാവമെങ്കിൽ സത്യങ്ങളൊക്കെ അമ്മ അറിഞ്ഞാലുള്ള അവസ്ഥ എന്തായിരിക്കും? അവള് സ്വന്തം മരുമോളാണെന്ന് അറിഞ്ഞാൽ എന്താ സംഭവിക്കുക? അവളെ എന്തായിരിക്കും ചെയ്യാൻ പോന്നെ? നിങ്ങൾ എന്താ പറഞ്ഞ? ആരാ വീട്ടിൽ വന്നിരിക്കുന്നേ? ആരുമില്ല, ആരുമില്ല.
എടി ഇങ്ങോട്ട് വന്നേ. എന്റെ മുഖത്തേക്ക് നോക്കിയേ. എന്താ നീ ഒളിച്ചു വെക്കുന്നേ? അവളൊന്നും ഒളിപ്പിക്കുന്നില്ല. അല്ല, റിയ പറയായിരുന്നു ഈ ഇഷയുടെ ക്ലിപ്പിനോട് തന്നെ വല്യമ്മയ്ക്ക് ഇത്രയും വെറുപ്പാണെങ്കിലേ അവൾ എപ്പോഴെങ്കിലും നിങ്ങളുടെ മുന്നിൽ വന്ന എത്ര ദേഷ്യമായിരിക്കും. ദേഷ്യം വരില്ലേ? ഇവരുടെയൊക്കെ മുഖത്ത് എന്തൊക്കെയോ രഹസ്യങ്ങൾ ഒളിച്ചിരിപ്പുണ്ട്. എന്തോ സംഭവിച്ചിട്ടുണ്ട്. അവരത് എന്നിൽ നിന്ന് ഒളിച്ചു വെക്കുക. അത് മനസ്സിലാക്കിയേ പറ്റൂ. വീട്ടിൽ എന്താ സംഭവിക്കുന്നത്? നമസ്കാരം സൂര്യേട്ടാ. വരൂ വരൂ, ലേറ്റസ്റ്റ് കളക്ഷൻ വന്നിട്ടുണ്ട്. ഇന്നലെ എത്തിയുള്ളൂ. നോക്കിയേ, സൂപ്പർ ടീഷർട്ട്. അത് എനിക്ക് ടീഷർട്ട് വേണ്ട. ഈ സാരിയോ ടോപ്പോ പെൺകുട്ടികളുടെ ഡ്രസ്സാ വേണ്ട. ആ, അല്ലേലും കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ എത്ര വലിയ സന്യാസിയായാലും ഗൃഹസ്ഥനായേ പറ്റൂ ചേട്ടാ. എന്നാൽ ഇതൊന്ന് നോക്കി, പ്യൂർ സിൽക്കാ. ദേ ഒന്ന് എടുത്തു നോക്കിയേ. സാധനം നമ്പർ 1 ക്വാളിറ്റിയാ. നോക്കിയേ. എന്താ ചെയ്ത മാറ്റി പിടിക്കാൻ അങ്ങോട്ട്. കഷ്ടം. എന്നാ സൈസ് ഒന്ന് പറഞ്ഞാൽ മതി. സ്മോളോ ലാർജോ മീഡിയോ ഏതെന്ന് പറഞ്ഞാൽ മതി. നമുക്ക് ആ സൈസ് എടുക്കാം. സൈസോ? ചേട്ടത്തിയായിട്ട് ഇപ്പോഴും സെറ്റ് ആയില്ലെന്ന് തോന്നുന്നു അല്ലേ? തെണ്ടിത്തരം പറഞ്ഞ ഒറ്റ ഒരെണ്ണം ഇട്ടുതരും, പറഞ്ഞേക്കാം. പോട്ടെ, ഒരു കാര്യം ചെയ്യും. ഈ 3 ഡ്രസ്സും 3 സൈസിൽ പാക്ക് ചെയ്യും. 3 സൈസോ? ആ, എന്താ ഇല്ലേ? ഉണ്ട് ചേട്ടാ. പിന്നെന്താ നോക്കി നിൽക്കുന്ന? പാക്ക് ചെയ്യേ. പാക്ക് ചെയ്തു. ഇതാ പിടിച്ചോളൂ. ഒന്ന് കുളിക്കാം. അപ്പോ ഒന്ന് ഫ്രഷ് ആവുമല്ലോ. ബാത്റൂം ഇവിടെ ഷവറും ഒന്നും കാണുന്നില്ലല്ലോ. ആണെന്നേ, ഈ പണക്കാരുടെ തലയിലെഴുത്തൊക്കെ അവരെക്കാളും ബെസ്റ്റ് ആയിരിക്കും. അതുകൊണ്ടല്ലേ നമ്മൾ എന്തൊക്കെ ചെയ്താലും ആ മഹാരാജ്ഞി എപ്പോഴും രക്ഷപ്പെട്ടു പോകുന്നത്. അല്ല, നീ ഇതെങ്ങോട്ടാ ഇറങ്ങുന്നേ? നിങ്ങളെ മോനെ സ്കൂളിൽ നിന്ന് കൊണ്ടുവരാൻ പോവാ. ആ പെണ്ണിനെ ഒറ്റയ്ക്ക് വീട്ടിലാക്കിട്ടല്ലേ? അതെ, നിങ്ങളുടെ അമ്മ അവരുടെ പണിക്കാരി ആയിരിക്കാം. എന്നെ അതിന് കിട്ടത്തില്ല, മനസ്സിലായോ? പിന്നെ ചെറിയ കുട്ടിയൊന്നും അല്ലല്ലോ അരമണിക്കൂർ ഒറ്റയ്ക്ക് ഇരുന്നെന്നും പറഞ്ഞ് വീട് തലകീഴായി മറിക്കാൻ.
അയ്യോ മോനെ, എന്റെ മോന് ആരുടെയോ മോശം കണ്ണ് കിട്ടിയിട്ടുണ്ട്. നോക്ക് എന്തൊക്കെ മുറിവാ പറ്റിയതെന്ന്. വേദനിക്കുന്നുണ്ടാവുമല്ലേ എന്റെ മോന്? മുത്തശ്ശി, എനിക്ക് കുഴപ്പമൊന്നുമില്ല. എന്നാലും ആരും എങ്ങനെ ഇതൊക്കെ സംഭവിച്ചേ? അത് ചേട്ടത്തി എന്റെ ഫോണ് ബെഡിൽ നിന്ന് താഴെ വീണു. വീൽ ചെയർ ആണെങ്കിൽ ദൂരെ. അപ്പൊ ഞാൻ തന്നെ അത് മെല്ലെ എടുക്കാൻ നോക്കിയതാ. അപ്പൊ ബാലൻസ് തെറ്റി ടേബിളിൽ പോയി തരും. ഗുലാബ് സിംഗ് സാറേ, കാര്യമായ പരിക്കുകളൊന്നും ഉണ്ടാവാറുന്നത് ഭാഗ്യം. പക്ഷെ ഇതിനേക്കാളും വലിയ മുറിവുണ്ടാവേണ്ടതായിരുന്നു. ആക്ച്വലി ഇദ്ദേഹത്തിന്റെ കൂടെ ആരെങ്കിലും വേണം. ഇദ്ദേഹത്തെ നല്ലതുപോലെ ശ്രദ്ധിക്കുന്ന ഒരാള്, ഒരു നഴ്സോ ഒരു കെയർ ടേക്കറോ, അങ്ങനെ ആരെങ്കിലും. താങ്ക് യു ഡോക്ടർ. പക്ഷെ എനിക്കങ്ങനെ ആരും വേണ്ട. അങ്ങനെ ആരുടെ ആവശ്യമില്ല. എന്നാൽ ഡോക്ടർ പറഞ്ഞതുപോലെ എത്രയും പെട്ടെന്ന് ഒരു കെയർ ടേക്കർ അറേഞ്ച് ചെയ്തു തരൂ. ശരി, ഞാൻ ഇറങ്ങും. താങ്ക് യു. ഇഷ മാഡം, ഡ്രസ് കൊണ്ടുവന്നിട്ടുണ്ട്. പറ്റിയ സൈസ് ഏതാന്ന് വെച്ചാ അതെടുക്ക. ഇഷ മാഡം, ഇഷ മാഡം, ഇഷ മാഡം. ചേടാ, ഇത് എവിടെ പോയി? ഇനി ഇവിടുന്ന് പോയോ? ഏയ്, അങ്ങനെ വരാൻ വഴിയില്ല. കാവ്യേ, പ്രിയേ, മോണിക്ക് ചേട്ടത്തി, ആരെങ്കിലും ഓടി വരുമോ? ആരെങ്കിലും ഉണ്ടോന്ന്? ഇവിടെ ഇങ്ങനെ ഇട്ടിട്ട് പോയാൽ ഇവരുടെ അസുഖം കൂടുമല്ലോ. പക്ഷെ ഞാനിവരെ തൊട്ട എന്റെ ബ്രഹ്മചര്യം. ഒരു കാര്യം കൂടി പറയാം, സൂരജ് വേണമെങ്കിൽ ജീവൻ കളയാൻ തയ്യാറാണ്. പക്ഷെ ബ്രഹ്മചര്യത്തിൽ നിന്ന് പുറകോട്ട് പോകുന്ന ആരും വിചാരിക്കണ്ട, മനസ്സിലായോ? അയ്യോ ദൈവമേ, ഇങ്ങനെ എന്നെ പരീക്ഷിക്കല്ലേ. ഞാൻ അങ്ങോട്ട് പറഞ്ഞ വാക്ക് പാലിക്കണോ അതോ ഒരാളുടെ ജീവൻ രക്ഷിക്കണോ എന്ന് ചോദിച്ചാൽ ഞാൻ എന്ത് ചെയ്യും? ഇഷ മാഡം, ഇഷ മാഡം എഴുന്നേൽക്ക്. ഇഷ മാഡം എഴുന്നേൽക്ക്. ഇഷ മാഡം, ഇഷ മാഡം, ഇഷ മാഡം. എന്റെ പ്രതിജ്ഞ ഒരാളുടെ ജീവനേക്കാളും വലുതാവില്ല. ദൈവമേ, എന്നോട് കൊടുക്കണേ, പ്ലീസ് പ്ലീസ് പ്ലീസ്. സൂരജ്, ഓ ഭാഗ്യം, നീങ്കിലും വന്നല്ലോ. വാ വാ, ഒന്ന് പിടിക്ക്. വെള്ളത്തിൽ വീണ് കിടക്കുക, പിടിക്ക്. വാ. ഞാൻ അതിന് വന്നതല്ല. എന്തിനു വന്നാണെങ്കിൽ ഒന്ന് പിടിക്ക്. ഒന്ന് പിടിച്ച് കിടത്ത് പ്ലീസ്. വേഗം വന്ന് എഴുന്നേൽപ്പിക്ക് പ്ലീസ്. പിടിക്ക് പിടിക്ക്. വാ. പിടിക്കുമല്ലേ? ഇവളെ കാണാൻ എന്തൊരു ഭംഗിയാ. സൂരജ് ഇവളുടെ മുന്നിൽ വീഴാതിരുന്നാ മതി. ഇവള് പെൺകുട്ടിയാണോ അതോ വല്ല വെൽവെറ്റ് ഡ്രസ്സും ആണോ? ഇത്ര സോഫ്റ്റ് ആയ കൈകളൊക്കെ വേറെ ആർക്കെങ്കിലും ഉണ്ടാവോ? ഒക്കെ പറയാനും കേൾക്കാനും ഒക്കെ എളുപ്പമാ. ഈ കാലത്തൊക്കെ ബ്രഹ്മചാരിയായിട്ടൊക്കെ ഇരിക്കാൻ ആർക്കാ പറ്റുന്നത്? പെൺകുട്ടികളുടെ ഭാഗത്തേക്ക് തിരിഞ്ഞു പോലും നോക്കാത്തവനാ സൂരജ്. പക്ഷെ വിവാഹം കഴിച്ചോണ്ട് വന്നതോ മാലാഖയെ പോലൊരു നല്ല കുട്ടിയെ. നീ ഒരു മാലാഖയോ അല്ല, വലിയ മന്ത്രവാദിയോ അല്ല.
നീ ആരായാലും എന്റെ സൂരജിന്റെ ബ്രഹ്മചര്യം നശിപ്പിക്കാൻ വേണ്ടി വന്നവളാ. സൂരജ് വേണമെങ്കിൽ ജീവൻ കളയാൻ തയ്യാറാ, പക്ഷെ ബ്രഹ്മചര്യത്തിൽ നിന്ന് പുറകോട്ട് പോകുന്ന ആരും വിചാരിക്കണ്ട, മനസ്സിലായോ? എന്തായി? നീ ഏതെങ്കിലും രാജ്യത്തെ രാജാവൊന്നും അല്ലല്ലോ. ഏ? തുടക്കത്തിൽ തന്നെ 15,000 രൂപയുടെ ഡ്രസ്സാണോ വാങ്ങിച്ചു കൊടുക്കുന്നത്? ബ്രാൻഡഡ് തുണിയാവാൻ കുറച്ച് വിലയൊക്കെ ഉണ്ടാവുമല്ലോ. അവരെപ്പോഴും ഇങ്ങനെയൊക്കെ ഉള്ളത് ഇടാറുള്ളൂ. നീ അതൊക്കെ വിട്. പിന്നെ അവർക്ക് വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? അവൾക്കൊന്നും പറ്റിയിട്ടില്ല. പക്ഷെ നിനക്കെന്തോ പറ്റിയിട്ടുണ്ട്. ശ്ശേ. ചുമ്മാ എന്തെങ്കിലും വായിത്തോന്ന് പറയും, ഒന്ന് പറഞ്ഞാലും മനസ്സിലാവില്ല. ഒരൊറ്റ ദിവസം കൊണ്ട് നീ എത്രമാത്രം മാറിപ്പോയി. ഇതിപ്പോ ഞാൻ കറക്റ്റ് സമയത്ത് വന്നില്ലായിരുന്നെങ്കിൽ നിന്റെ ബ്രഹ്മചര്യം മറക്കുമായിരുന്നില്ലേ? അതെ, ഓർക്കില്ലായിരുന്നു. ഞാൻ എന്റെ പ്രതിജ്ഞ തെറ്റിക്കാൻ തയ്യാറായിരുന്നില്ലെങ്കിലേ ആ കുട്ടിയുടെ ജീവൻ പോയ. അവളുടെ അവസ്ഥ എന്താണെന്ന് നീ കണ്ടതല്ലേ? വീട്ടിലാണെങ്കിൽ ആരുമില്ല, പിന്നെ ഞാൻ എന്ത് ചെയ്യും? ഞാൻ കണ്ടു. അവളുടെ അവസ്ഥ മാത്രമല്ല, അവളുടെ അപാര സൗന്ദര്യവും. ഇവളിങ്ങനെ ഇവിടെ ഉണ്ടെങ്കിൽ നിനക്ക് എത്ര കാലം പിടിച്ചിരിക്കാൻ പറ്റും? അങ്ങനെ ഇന്നല്ലെങ്കിൽ നാളെ നീ നിന്റെ ബ്രഹ്മചര്യം മറക്കുമല്ലോ. നീ വലിയ സ്ട്രോങ് ആണെന്നാണോ സ്വയം കരുതുന്നത്? എന്നാ ഓക്കെ, ആദ്യം എന്റെ കണ്ണിൽ നോക്കി നീ സംസാരിക്കേ. അവള് നിന്റെ അടുത്ത് തന്നെ ഉണ്ടാവുമ്പോ അപ്പൊ നിനക്ക് ഒന്നും ശരിക്കും തോന്നാറില്ലേ? അതുപോലെ നീ അവളുടെ അടുത്തേക്ക് ചെല്ലുമ്പോ നിനക്ക് പ്രത്യേകിച്ച് ഒന്നും തോന്നാറില്ലേ? तू ना जरा सा भी मेरी तरह, ना कहीं से मैं तेरी तरह, मिलके भी दोनों हैं अजनबी, कैसी है ये दास्तां, ये दास्तां. എനിക്ക് നിന്റെ മണ്ടത്തരം കേട്ട് നിൽക്കാൻ സമയമില്ല, വേറെ പണിയുണ്ട്, ഒന്ന് പോയേ. പറ.